നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഏപ്രിൽ മാസത്തെ മൂല നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു മാസമാണ്. കാരണം മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ദൈവാധീനം നല്ല രീതിയിലുണ്ട്. 3ാം ഭാവത്തിൽ സഹായ സ്ഥാനാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. 4ാം ഭാവത്തിൽ പഞ്ചമഹാപുരുഷത്തിലെ മാളവ്യയോഗം ചെയ്തിട്ടും നീചഭംഗ ചക്രവർത്തി യോഗം ചെയ്തിട്ടും ബുധന് ശുക്രൻ നിൽക്കുന്നു. രാഹുകേതുക്കളുടെ ഒരു ബന്ധനം ഉണ്ടെങ്കിൽ പോലും അനുകൂലമായിരിക്കുന്ന നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം ഗീതപ്രിയോ രജക്ത പരിസശ്രീ സദ്വസ്ര ഭൂഷണയുധോ വിഷയോപഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് നിൽക്കുന്ന ശുക്രനാണ്. കലാരംഗത്ത് പ്രവർത്തിയെടുക്കുന്നവർക്കൊക്കെ നന്നായിട്ട് തിളങ്ങാനായിട്ട് സാധിക്കുന്ന സമയമാണ്. പ്രശസ്തി കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും വിനോദസഞ്ചാരത്തിനും കുടുംബക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുമിച്ച് ജീവിക്കും സന്തോഷത്തോടു കൂടിയിട്ട് ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാനൊക്കെ യോഗമുള്ള ഒരു മാസമാണ്. അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. എന്നാൽ 10ാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ്. 10ാം ഭാവാധിപതിക്ക് നീചാവസ്ഥയാണ്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീട് വിട്ട് അന്യദേശത്തൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് തൊഴിലിൽ അനുകൂലമായ നേട്ടങ്ങളാണെങ്കിലും 10ാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ ഇടയ്ക്ക് തൊഴിലിൽ തടസ്സങ്ങൾ വരിക, ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വരിക, കാൽമുട്ടിന് വേദന വരിക, ഇങ്ങനെയുള്ള 1-2 പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. 5ാം ഭാവത്തിൽ സൂര്യൻ ഉച്ച ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യാദി അഭീഷ്ട ഭാവേശോ പശുഭോ ഭാവപുഷ്ടികൾ എന്നാണ്. ഭാഗ്യാധിപതിയായിരിക്കുന്ന സൂര്യൻ വ്യാഴത്തോട് യോഗം ചെയ്തിട്ട് പൂർവ്വപുണ്യസ്ഥാനമായിരിക്കുന്ന 5ാം ഭാവത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം അപ്രതീക്ഷിതമായിരിക്കുന്ന ഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാനായിട്ടും മാനസികമായിട്ട് നല്ല സന്തോഷം ഉണ്ടാകാനും യോഗമുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ വളരെ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. എല്ലാ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുണ്ടെങ്കിലും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം നമുക്ക് കുറച്ച് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കാനായിട്ട് യോഗമുണ്ട്. അതേപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ചെറിയ വിഷയങ്ങൾ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഒരു സ്ഥാനചലനത്തിനൊക്കെ യോഗമുള്ള സമയമാണ്. ഒരു മാറ്റത്തിലൂടെ നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമാണ് കാണുന്നത്. 4ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന നേരം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവമാണ്. സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ മാനസികമായിട്ടും ഈ പറഞ്ഞ രീതിയിൽ കുറച്ചൊരു ടെൻഷനൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. സുഹൃത്തുക്കളെ പ്രതി, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളെ പ്രതി, സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഉള്ളൂ. ബാക്കിയുള്ള രീതിയിലൊക്കെ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ പറയേണ്ട ഒരു ജാതകമാണ്, ഒരു വർഷമാണ്, ഒരു മാസമാണ്. അപ്പോൾ ഈ മാസത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാകുമെന്ന് മാത്രമല്ല, പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. വീട് നിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ഏറ്റവും അനുകൂലമാണ്, അതിന് സാധിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ഭാഗ്യാധിപതി ഉച്ചബലവാനായിട്ട് നിൽക്കുന്നത് കാരണം കൊണ്ട് പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അനുകൂലമാണ്. പ്രതീക്ഷിക്കാത്ത ഭാഗ്യവർദ്ധന കൊണ്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഗുണങ്ങളും ഗുണഫലങ്ങളും ഒക്കെ നമ്മളെ തേടി വരുന്ന സമയമാണ്. സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ തൊഴിലിൽ ആഗ്രഹിക്കും. കുറച്ചൊരു അലച്ചിലിന് ശേഷമാണ് 10ാം ഭാവാധിപതിക്ക് നീചാവസ്ഥയുള്ള കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ വരുന്നതെങ്കിലും കയ്യിലേക്ക് വരുന്ന നല്ല തൊഴിൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം കുറച്ച് നാൾ കാത്തിരുന്നിട്ടാണെങ്കിലും നല്ല സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക, ശനീശ്വരൻ യഥാശക്തി വഴിപാട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.